മാരേജ് ബ്യൂറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഗുഡ് മോർണിംഗ്. എന്താന്നാ ഇന്ന് എനിക്കൊരു കുറച്ച് ആവശ്യങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുക. ഖത്തറിൽ ജോലി ചെയ്യുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മാച്ച് ഉണ്ട് കേട്ടോ. ഖത്തറിൽ ജോലിയുള്ള ഒത്തിരി പേരുണ്ട്. അതുപോലെ ബഹ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളുണ്ട്. നായർ, ഈഴവ, മുസ്ലിം കേട്ടോ. പിന്നെ ക്രിസ്ത്യൻ എനിക്ക് ഖത്തറിൽ കുറവാണ്. പിന്നെ ദുബായിൽ ജോലി ചെയ്യുന്നത് ഹിന്ദു, നായർ, മുസ്ലിം ഇഷ്ടംപോലെ. ദുബായ്, അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. അതുകൊണ്ട് ഇത് മാച്ച് ചെയ്യുന്നില്ല. എന്നിട്ട് ചില ഹിന്ദുക്കളുടെ നക്ഷത്രം കൊണ്ട് തെറ്റിപ്പോകുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് എല്ലാം കൂടെ തികഞ്ഞ് കിട്ടാൻ ചിലർ ഇരിപ്പുണ്ട് കേട്ടോ. 35 വയസ്സും കഴിഞ്ഞിട്ട് ഇരിക്കുക, എല്ലാം ഇപ്പോൾ തികഞ്ഞ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ ചിലരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് പറയുന്നുണ്ട്. ആൺകുട്ടികൾ പിന്നെയും കേൾക്കും, പെൺകുട്ടികൾ കേൾക്കത്തില്ല. അവരെങ്ങോട്ടാണ് പോണേന്ന് എനിക്കറിയത്തില്ല. ആൺകുട്ടികൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് കുറച്ചൊക്കെ കേൾക്കുന്നുണ്ട് അവർ. പിന്നെ ചിലരോടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സിങ്ങിൽ നമ്മൾ നല്ല കാണാൻ ഭംഗിയുള്ളതായിരിക്കും. ഈ ഒന്നത്തെ ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മളൊരു ഡ്രസ്സിങ്ങിലാണ് ഒരു വ്യക്തിനെ നമ്മളുടെ എല്ലാവർക്കും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് കാണുന്നതാണ് ഇഷ്ടം. കുറച്ച് പേര് എന്നെ ഇങ്ങനെ കണ്ടാൽ മതി, അങ്ങനെ കണ്ടാൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങളെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടണ്ടേ? നിങ്ങളുടെ മനോഭാവം തന്നെ ഉള്ള ഒരാൾ വന്നെത്താൻ ഭയങ്കര പാടാങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കാൻ വയ്യായിരുന്ന. നമ്മൾ കുറച്ച് മര്യാദയുള്ള നല്ല ഗൾഫിനല്ല എവിടെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞാലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കൊരു ഡ്രസ് കോഡുണ്ട്. അത് ഭംഗിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ ഫോട്ടോയിൽ കാണാൻ കൊള്ളാമായിരിക്കും, ഭംഗി വരുത്തുള്ളൂ. എല്ലാവരും എന്തിനാണ് ഈ ഫോട്ടോ വേണമെന്ന് പറഞ്ഞത്? അപ്പോൾ എന്തിനാണ് എല്ലാവരും അവരവർക്ക് ചേരുന്നൊരു പങ്കാളി കണ്ടെത്താളം. നിങ്ങളൊരു മോശം വേഷത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ കെട്ടുമോ? അല്ല ഒരു പുരുഷനെ കണ്ടാൽ നിങ്ങൾ കെട്ടുമോ? അതുപോലെ തന്നെ എല്ലാവർക്കും കുറച്ച് ഡ്രസ്സിങ് ഇച്ചിരി പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് ഡ്രസ്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥമായൊരു ഭംഗി അറിയാൻ പറ്റുന്നത്. പിന്നെ അല്പവസ്ത്രമിട്ട ഡ്രസ്സിട്ട് പെൺകുട്ടികൾ ഫോട്ടോ അയച്ചിട്ടും കാര്യമില്ല. അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ജെൻസ് അത് വേഗം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് അല്പവസ്ത്രത്തിൽ ഡ്രസ്സിട്ട് തരുന്നുണ്ട്. അതും ഞാനിത് എന്ത് പരസ്യമായിട്ട് പറയും കേട്ടോ. അപ്പോൾ അതും ചേരുന്നില്ല. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. അതും ചേരാതെ റിജക്റ്റ് ചെയ്യും. മനസ്സിലായോ? എനിക്ക് പറ്റാത്തൊക്കെ ഞാൻ പൈസ കൊടുത്ത് പറഞ്ഞു വിടും. കാരണം നമ്മൾക്ക് പിന്നെ ചേരാൻ നമ്മളുടേതായ ഒരു ഇപ്പം എൻ്റെ ഇഷ്ടമല്ലത്, നിങ്ങൾ എന്തിട്ടാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ കൊടുക്കുന്ന ഒരു 10 കൂടുതൽ റിജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളതൊരു നോട്ടപ്പുള്ളിയായിട്ട് അവിടെ വെക്കും. മനസ്സിലായി? അതുകൊണ്ട് പറയുന്നത്, എനിക്ക് കല്യാണം നടന്നാൽ എനിക്കതൊരു നല്ല കാര്യമാണ്. ഞാൻ ഓർത്തിട്ടുണ്ട്, എനിക്ക് കല്യാണം നടന്നാൽ അത് അവരുടെ അനുഭവത്തോടെയാണ് എനിക്ക് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ വരെ എനിക്ക് ഇതിനകത്ത് ഇടാൻ പറ്റുമല്ലോ, എനിക്കതൊരു വീഡിയോ ആവുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കല്യാണം നടക്കുന്നതാണ് എൻ്റെ സഹോദരങ്ങളെ. എന്നെ സംബന്ധിച്ചോളം എനിക്കതല്ലേ, അതായത് ഞാൻ ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിൽ വിജയം നിങ്ങളുടെ കല്യാണം നടക്കുന്നില്ല. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നല്ല വസ്ത്രധാരണത്തിൽ വേണം ഒരു ഫോട്ടോ എടുത്ത് തരാം. ആർക്കാണ്ട വേണ്ടിയിട്ട് ചില സഹോദരങ്ങളുടെ ആണാണ് കൂടുതലും, അവർക്ക് വേണ്ടിയിട്ട് പെങ്ങാമാരൊക്കെയാണ് വരുന്നത് കല്യാണം ആലോചനയായിട്ട്. അപ്പോൾ ഒരു 10-40 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നിരാശ വന്നിട്ട് കഴിയില്ലാതൊക്കെ ഒരു ഫോട്ടോ ഇടും. അപ്പോൾ നിങ്ങൾ കല്യാണം നടക്കത്തില്ല. നിങ്ങൾ മാക്സിമം ഒരുക്കി നല്ല അടിപൊളിയായിട്ട് സാധാരണയായിട്ട് ചില ഓവർ വേഷം കെട്ട് കാണിക്കണമെന്നല്ല, സാധാരണയായിട്ടാണെങ്കിലും ഒരു കാണാനൊരു ലുക്ക് തോന്നത്തിൽ ഒരു ഫോട്ടോ എടുത്തിടണം. എല്ലാവർക്കും അവനവൻ്റേതൊരു ഭംഗിയുണ്ട്. ഒരുങ്ങിയാൽ തന്നെ ആ ഭംഗിക്കൊരു മാറ്റം കൂടത്തുള്ളൂ. നിരാശപ്പെടുകയൊന്നും വേണ്ട. നമ്മുടെ സമയമാകുമ്പോഴേ കല്യാണം, വീട് വെക്കൽ, ഒരു കുട്ടി ഉണ്ടാകൽ, ഇതൊക്കെ ഈശ്വരൻ അനുഗ്രഹിച്ചൊരു സമയത്ത് തന്നെ നടക്കത്തുള്ളൂ. എത്ര കിടന്ന് വെമ്പിയാലും അങ്ങനെ നടക്കത്തുള്ളൂ. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷെ പിന്നൊരു കാര്യം കൂടെ പറയാം. നമ്മളായിട്ട് സ്വയം ജാതകം അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയാൽ ആ സമയത്ത് അത് നടങ്ങാതെ നീണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് നടക്കാൻ ഭയങ്കര പാടായിരിക്കും. മനസ്സിലായി? എപ്പോഴും നമ്മുടെ മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കല്യാണം നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുടെ കാലഘട്ടം കഴിഞ്ഞ് സഹോദരങ്ങളുടെ കയ്യിലോട്ട് എത്തുമ്പോൾ അവർക്ക് നമ്മുടെ വിവാഹം നടക്കുന്ന അത്ര വലിയ ഒരു അത്യാവശ്യ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്ര ഒരു ഇൻട്രസ്റ്റ് അതിനുണ്ടാകത്തില്ല. മാതാപിതാക്കൾക്കായിരിക്കും എപ്പോഴും അവരുടെ മക്കൾ കല്യാണം കഴിക്കണമെന്നൊരു പ്രാർത്ഥനയും ഒരു ഇൻട്രസ്റ്റും ഉള്ളത്. പിന്നെ വല്ല സഹോദരങ്ങൾക്കും അങ്ങനെ കൂടപ്പുറപ്പുകളുടെ ഒരു കല്യാണം നടന്ന് കാണണമെന്ന് ആഗ്രഹം എടുത്ത് മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ദൈവഭാഗ്യമാണ്. അവർ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളൊക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുത്തു തരാൻ മടിക്കണ്ട. അതിനെന്താണ്, അത് നമ്മുടെ ആവശ്യമല്ലേ. നമ്മളെ സ്നേഹിക്കണം
കേട്ടാ. എല്ലാവർക്കും ഇപ്പോൾ ഒറ്റപ്പെടലൊക്കെ കൊണ്ട് കുറേ പേര് എനിക്ക് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഒറ്റപ്പെടൽ കൊണ്ട് നിരാശപ്പെടണ്ട. നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത്. നമ്മൾ കൂടെയുള്ളവരെ സ്നേഹിക്കും, നമ്മളെ സ്നേഹിക്കത്തില്ല. മനസ്സിലായി? നമ്മളിലേക്ക് നോക്കൂ. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, അതിനാദ്യം പ്രാധാന്യം കൊടുക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ ഭൂമിയിൽ നല്ല ജീവിതം നേടാൻ പറ്റിയിട്ടുള്ളൂ. എല്ലാം ആദ്യം നമ്മുടെ കാര്യം, സ്വന്തം കാലിൽ നിൽക്കുക. നമ്മുടെ കാര്യം ആദ്യം സാധിച്ചതിന് ശേഷമേ കൂടുതൽ കാര്യം സാധിക്കാവുള്ളൂ എന്ന് ഞാൻ ആദ്യം പറയും. നമ്മുടെ കാര്യമാണ് ആദ്യത്തിന് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കാത്തവരെല്ലാം പിൽക്കാലത്ത് തഴയപ്പെട്ടിട്ടുണ്ട്. അവനവൻ്റെ കാര്യം നോക്കാത്ത എല്ലാവരും, ബന്ധുക്കളാണേലും ആൾക്കാരാണേലും കൂട്ടുകാരാണേലും എല്ലാവരാലും നമ്മൾ തഴയപ്പെടും. അവനവൻ്റെ കാര്യം അവനവൻ ആദ്യം നോക്കണം. നിങ്ങളത് മറക്കരുത്. എന്നെ കേൾക്കുന്ന സ്ത്രീ പുരുഷന്മാരെല്ലാവരോടും പറയുകയാണ്, ആർക്കും എങ്കിലും അവരെൻ്റെ കാര്യം അവർ നോക്കട്ടെ കാര്യം, ഇവർ നോക്കട്ടെ കാര്യം, എനിക്ക് മുൻകൈ എടുത്ത് കല്യാണം നടത്താൻ ആരുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. നിങ്ങൾക്ക് കല്യാണം കഴിക്കണം, നിങ്ങൾക്ക് നല്ലൊരു ബയോഡാറ്റ ഉണ്ടോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നല്ലതാണോ, നിങ്ങളെപ്പറ്റി അന്വേഷിച്ചാൽ നിങ്ങൾ മദ്യപിക്കുന്നവനാണോ, നിങ്ങൾ വീട് നോക്കാത്ത ഉത്തരവാദിത്വം ഇല്ലാത്തവനാണോ, നിങ്ങൾ പരസ്ത്രീ ബന്ധമുള്ളവനാണോ, നിങ്ങൾ മോശപ്പെട്ട് നടക്കുന്നവനാണോ, എങ്കിൽ മാത്രം നിങ്ങൾക്കൊരു പെണ്ണിനെ കിട്ടാൻ പാടുള്ളൂ. ഇതൊന്നും ഇല്ലാത്തൊരു നല്ല വ്യക്തി, ജോലി ചെയ്ത് കുടുംബം അന്വേഷിക്കുന്ന നല്ലൊരു ആളാണ്, ഒറ്റപ്പെട്ട് പോയാലും നല്ല പെൺകുട്ടികളെ കിട്ടാൻ ഒരു കുഴപ്പമില്ല. കല്യാണം നടക്കാനാണ് പാട്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഗുരുവായൂരൊക്കെ തന്നെ നല്ല ആഡിറ്റോറിയങ്ങളുണ്ട്. അത് ബുക്ക് ചെയ്ത് പെണ്ണിൻ്റെ വീട്ടുകാരോട് നമ്മൾ പറയാം, നമുക്ക് ആരുമില്ല, ഇന്ന പോലെയാണ്, മുൻകൈ എടുക്കാൻ ആരുമില്ല. നമ്മുടെ നമ്മുടെ ബന്ധുക്കളെ എനിക്ക് അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് പ്രായം കവിഞ്ഞ് നിൽക്കുന്നവർ, അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ കെട്ടാനും സന്നദ്ധതയോടുകൂടി നല്ലൊരു പെൺവീട്ടുകാർ സമ്മതമുള്ള ഒരു ആരും ഇല്ലാത്തടത്ത് അയ്യോ അച്ഛനില്ല. ഞാനപ്പോൾ ഈ കഴിഞ്ഞ ഒരു കല്യാണം ഉറപ്പിച്ച് സെറ്റായി കൊണ്ടുവന്നു. അപ്പോൾ നല്ല ഗൾഫിൽ ജോലിയുള്ള ഒരാളാണെന്ന് ആലോചിച്ചോണം. മാതാപിതാക്കളില്ല, സഹോദരങ്ങൾ ഇല്ല, അവരൊക്കെ ദൂരെയൊക്കെ ആയിപ്പോയി. 1-2 പേരൊക്കെ ഉള്ള ഒരു ദൂരെയാണ്, ഒരു രാജ്യങ്ങളിലാണ്. അപ്പോൾ കല്യാണം നടത്തി കൊടുക്കാൻ മുൻകൈ എടുക്കാൻ. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ് 40-42 വയസ്സുണ്ട്, ഞാൻ അവർക്ക് പൈസ എല്ലാം കൊടുക്കാം, അവർ നടത്തിക്കൊള്ളാൻ പറ. പിന്നെ എനിക്ക് അവിടെ ചെന്നിട്ട് അവിടെ ഞാൻ ഹോട്ടലിൽ റൂം എടുത്ത്, വീടും എല്ലാം ഉണ്ട്, റൂം എടുത്ത് ഗുരുവായൂർ വെച്ച് നടത്താം. അപ്പോൾ ഹോട്ടലും എല്ലാം അവർ ബുക്ക് ചെയ്തിട്ട് ഞാൻ എല്ലാത്തിനും പൈസ കൊടുക്കുക, പെണ്ണിനെ ഒരുക്കിക്കൊണ്ട് വന്ന് എനിക്ക് കല്യാണം ചെയ്തു എന്ന് പറയും. പുള്ളി ഇങ്ങോട്ട് കൊണ്ടുപോരുകയും ചെയ്യും. എന്നിട്ട് പോലും പെണ്ണിൻ്റെ വീട്ടുകാർ എല്ലാം സെറ്റായിട്ട് ഡിമാൻഡ് എടുക്കുന്നു. അങ്ങനെ ഡിമാൻഡ് ഇടരുത്. നമ്മൾ അങ്ങനെയുള്ളവരോട് സ്നേഹവും അന്വേഷിക്കാം. പുള്ളി പറഞ്ഞ് എൻ്റെ ഓഫീസിൽ അന്വേഷിക്കൂ, ഞാൻ ജോലി അന്വേഷിക്കൂ, നിങ്ങൾ എൻ്റെ നാട്ടിൽ അന്വേഷിക്കൂ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയൊക്കെ അത്ര സത്യസന്ധമായിട്ട് നിൽക്കുന്നവരെ വീണ്ടും അരിപ്പേട്ടരിക്കരുത് കേട്ടാ. അതും എനിക്ക് പറയാനുണ്ട്. ഇത് പറഞ്ഞില്ല ശരിയാതില്ല. അത് എനിക്ക് എൻ്റെ സഹോദരനെ പോലെ തോന്നി, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അത്. അപ്പം പുള്ളി ഭയങ്കര നിരാശനായിപ്പോയി. അപ്പോൾ പുള്ളിക്ക് ഞാനായിട്ട് പ്രചോദനം കൊടുത്തു. എൻ്റെ കയ്യിലല്ലേ വന്നിരിക്കുക, ഞാൻ ഒരിക്കലും അങ്ങനെ നിരാശനാകാൻ സമ്മതിക്കത്തില്ല. ഞാൻ ആ പുള്ളിയെ നല്ല ഇൻസ്പിറേഷൻ കൊടുത്തു. പുള്ളി ഒന്നുകൂടെ ഊർജ്ജസ്വലനായി വീണ്ടും ഫോട്ടോ ഇട്ട് തന്ന് ഇപ്പോൾ ഒരു കല്യാണം സെറ്റായി വരുന്നുണ്ട്. ഇതേപോലെ തന്നെ മാതാപിതാക്കളില്ലാത്ത ഒരു പെൺകുട്ടിയെ അവരുടെ റിലേഷൻസ് എല്ലാം കൂടെ കല്യാണം കഴിച്ച് കൊടുക്കാൻ സെറ്റായി വരുന്നുണ്ട്. മിക്കവാറും നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ വെച്ച കല്യാണം കൂടും ചക്കരകളെ. ഇനി ഒരുപാട് പേര് കല്യാണമായിട്ട് സെറ്റായി വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ഗുരുവായൂരപ്പ, കുറേ നല്ല ബന്ധങ്ങൾ. ഞാൻ പിന്നെ എല്ലാവരും ചെറുക്കനെയൊക്കെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്, പെണ്ണിൻ്റെ വീട്ടുകാരെയും ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ അതായത് നല്ല മനുഷ്യരായ ഒരു വിവാഹ ബന്ധത്തിൽ എങ്ങനെ ഏർപ്പെടാം, അങ്ങനെ ഒരു ക്ലാസ് 2 പേർക്കും മാക്സിമം കൊടുക്കുന്നുണ്ട്. ഇപ്പം കുറേ പേരെ അങ്ങനെ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വേണം. നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ടൊരു വിവാഹം കഴിക്കുന്നത്? നമുക്ക് നല്ലൊരു പങ്കാളിയോടൊപ്പം അടിച്ച് പൊളിച്ച് ഈ ഉള്ള ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? സുഖദുഃഖങ്ങളൊക്കെ പങ്കിട്ട് ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ എന്ത് സുഖമാണെന്നറിയാവാ. അതിൻ്റെ സുഖം ഒന്ന് വേറെയാണ് ചക്കരകളെ. എന്ന് നിലനിൽക്കുന്ന ബന്ധമാണത് കേട്ടാ. അല്ലാതെ ലിവിങ് ടുഗദറോ അല്ല വേറെ ഉടയിപ്പോ ഒന്നുമായിട്ട് നടക്കുന്നതിന് ഈ സുഖം കിട്ടത്തില്ല. നമ്മുടെ മാത്രമായിട്ടൊരു ഭർത്താവ്, നമ്മുടെ മാത്രമായിട്ടൊരു ഭാര്യ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ കമ്പാനിയൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ? ഇന്നത്തെ ആണുങ്ങളാണെങ്കിൽ അല്ലേ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ വരുന്ന പിള്ളേരോടൊക്കെ പറയും, മക്കളെ നിങ്ങൾ നന്നായിട്ട് കുക്കൊക്കെ ചെയ്യണം. ഞാൻ ചെയ്യാണ്ടി എത്ര പിള്ളേരാണ് പറഞ്ഞത്, എന്ത് നല്ല കുട്ടികളാണെന്നറിയാം. എൻ്റെ കൂടെ എൻ്റെ അടുത്ത് വിവാഹാലോചനകൾ വന്നിരിക്കുന്ന ആമ്പിള്ളേർ, അവരൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്, മക്കളെ നിങ്ങൾ നിങ്ങൾ ഒരു പെൺകുട്ടി വന്നാൽ നിങ്ങൾ എങ്ങനെ നോക്കൂടാ? നിൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യ എന്തുവാടാ? നീ മഹാലക്ഷ്മിയെ പോലെ ഭാര്യയെ നോക്കണം. അങ്ങനെ നോക്കാത്ത മുൻ ജീവിതങ്ങൾ ഇവിടെ ലൈവായി അടിച്ചു വിരിയുന്നവരെ കണ്ടിട്ടാണ് പെൺകുട്ടികൾ ജീവിതത്തിൽ മുന്നോട്ട് വരാത്തത്. നിങ്ങൾ നന്നായിട്ട് പ്രേമിച്ച് ജീവിക്കും, എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കൂടെ ഉണ്ടാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് പെണ്ണും കല്യാണം കഴിക്കാനായിട്ട് വരുവിടാ, തയ്യാറാകും. നമുക്ക് ഈ സിംഗിൾ ബോബൻ എന്ന് പറയുന്ന ഈ മാരേജ് ബ്യൂറോയിലൂടെ വിവാഹത്തിനെ കുറിച്ചുള്ള ചിന്തയും സങ്കല്പങ്ങളും മാറ്റി എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചക്കരകളെ കേട്ടാ.
ജീവിതം ഒരു കാവ്യം പോലെയായി പോകും. നല്ലൊരു കമ്പാനീനെ നമുക്ക് കിട്ടിയ അല്ലേ, നല്ലൊരു സുഹൃത്തിനെ കിട്ടിയ. ഇപ്പം എൻ്റെ ബോബൻ്റെയോടൊപ്പം ഞാൻ ഈ വയസ്സാങ്കാലത്ത് എനിക്ക് കിട്ടിയ ജീവിതം 45 വയസ്സിൽ ഞാൻ ബോബന് വിവാഹം കഴിക്കണം. എന്ത് സുഖമാണെന്നറിയാം. ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് സ്നേഹത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ എല്ലാവരും ജീവിക്കാൻ പറ്റും. നമ്മുടെ അതായത് നമ്മളെ വിവാഹം ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ട് കൂട്ടരും തമ്മിൽ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മളൊന്ന് സംസാരിച്ച് സെറ്റാകണം. എന്നിട്ടേ നമ്മൾ വിവാഹത്തിന് കൈ കൊടുക്കാവുള്ളൂ. അപ്പോൾ സൂപ്പർ ബന്ധം കിട്ടും. നല്ല പ്രാർത്ഥനയും നല്ല കുടുംബജീവിതവും നല്ല കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് സുഖമായി ജീവിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനകത്ത് രണ്ടുപേരും തമ്മിൽ ഒരു മനസ്സോടെ നിൽക്കുകയാണ്. അതിനകത്തിന് ബുദ്ധിമുട്ടും സങ്കടവും കഷ്ടപ്പാടും ഒക്കെ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്കൊരു പ്രേരണ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് കേട്ടാ. ഇത്രയൊക്കെ എനിക്ക് ഇന്ന് പറയാനുള്ള. നല്ല കല്യാണാലോചനകൾ എല്ലാവരും ധൈര്യം. പെൺകുട്ടികൾ പാവപ്പെട്ടവരായിട്ടുള്ളവർ ഒരു കർശനം എനിക്ക് ഫീസൊന്നും വേണ്ട. നല്ല ആൺകുട്ടികൾ എൻ്റെ അടുത്തുണ്ട്, ജോലിയെടുത്ത് നിങ്ങൾക്ക് തരുന്ന നല്ല പോലെ നോക്കുന്ന. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാം, ചില ആർത്തി വിരുത്ത അമ്മമാർ എനിക്ക് കല്യാണാലോചന കൊണ്ടുവരുന്നുണ്ട്. എന്ത് കിട്ടും? പെണ്ണിനെന്ത് ഒരു പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഒരു ആലോചന പയ്യൻ്റെ അമ്മ എന്നോട് ചോദിക്കുന്നത്, പെണ്ണിൻ്റെ അമ്മയ്ക്ക് എന്ത് ജോലി, പെണ്ണിൻ്റെ അച്ഛൻ എന്ത് ജോലി, പെണ്ണിൻ്റെ സഹോദരിക്ക് എന്ത്, അവർക്ക് എന്തൊക്കെ എഡ്യൂക്കേഷൻ, ഫാമിലിയുടെ എഡ്യൂക്കേഷൻ എന്തുണ്ട്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ കല്യാണം നടക്കുമോ? അത് കല്യാണം നടത്താനല്ല. 38-40 വയസ്സായവരാണ് ഈ ചോദിക്കുന്നത്. അത് കല്യാണം നടത്താനല്ല. കല്യാണം നടത്തണമെന്നുള്ളൊരു മാത്രം എൻ്റെ ബ്യൂറോയിലേക്ക് വന്നാൽ മതി. അല്ലാത്തവർ വരികയേ വേണ്ട. ഇങ്ങനെ വില പേശുന്നവരൊന്നും വരണ്ട. എനിക്ക് ആ കാശും വേണ്ട. പോരെ. ഇപ്പം ചിലർക്കൊക്കെ എനിക്ക് പറ്റാത്ത ആൾക്ക് പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടേക്കും. എനിക്ക് പറ്റുന്ന മാത്രമേ നിർത്തത്തുള്ളൂ കേട്ടോ. ഒരു മാനുഷിക പരിഗണന ഭയങ്കരമായിട്ടുള്ളൊരു സ്ത്രീയാണ് ഞാൻ. അങ്ങനത്തെ ആൾക്കാർ മാത്രം മതി. ഒരു കച്ചവടം പോലെ കല്യാണത്തെ കാണുന്നവർ എൻ്റെ അടുത്ത് വരികയേ വേണ്ട. പിന്നെ എല്ലാ ബന്ധങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കിട്ടണമെന്ന് ശടിക്കുന്നത് വെറുതെയാണ്. വിവാഹ ബന്ധത്തിൽ ഒരിക്കലും കിട്ടത്തില്ല. അങ്ങനെ നിങ്ങൾ ശടിച്ചോണ്ട് നിന്നാൽ വയസ്സ് മൂത്ത് നരച്ചു പോകും. വയസ്സായി പെണ്ണുങ്ങളും പോകും, ആണുങ്ങളും പോകും. രണ്ടുപേർക്കും മാർക്കറ്റ് ഉണ്ടാകത്തില്ല. അത് പറഞ്ഞാൽ നമുക്ക് ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അനാവശ്യ പിടിവാശികൾ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പോരായ്ക ഉണ്ടെങ്കിൽ, ഇപ്പം കോഴിക്കോട് ആണ് പെണ്ണിൻ്റെ വീടെങ്കിൽ ചിലപ്പോൾ ആലപ്പുഴയിലൊരു പെണ്ണായിരിക്കും നമുക്ക് അതിന്, അല്ലെ കൊല്ലത്തുള്ളൊരു പെണ്ണായിരിക്കും അതിന് ചേരുന്നത്. ഉടനെ കൊല്ലംകാരെ വേണ്ട, തിരുവനന്തപുരംകാരെ വേണ്ട എന്നാണ് പറഞ്ഞത്. കൊല്ലത്തോട്ട് പെണ്ണുങ്ങളെ വിടത്തില്ല. അത് ശരി, ഞാൻ വേണേൽ സമ്മതിക്കാം. കൊല്ലത്ത് ഒരുപാട് സ്ത്രീധനം ചോദിക്കുന്ന സ്ത്രീധനമോഹികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൊല്ലത്തുള്ള പെണ്ണിനെ വിടത്തില്ലെന്ന് പറയുന്നത്. കൊല്ലത്തുള്ളൊരു പെണ്ണിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അങ്ങനെ പല ആലോചനകൾ വന്നിട്ട് അതിൽ നിന്ന് മാറിക്കളയുന്നു. അത് ശരിയല്ല. എല്ലായിടത്തും ഉണ്ട് നല്ലവരും മോശവരുമായിട്ടുള്ള ആൾക്കാർ. ഒരാളൊരു തെറ്റ് ചെയ്തെന്നും കൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ടെടുത്ത് കല്ലെടുത്തെറിയണ്ട. അവർ നിരപരാധികളായി എത്രയോ നല്ലപോലെ ജീവിക്കുക. ഇപ്പം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ജോലിയുള്ള കൂടുതൽ സുന്ദരിയായിട്ടുള്ള പെമ്പിള്ളേർ കൊല്ലത്തുനിന്നാണ് വരുന്നത്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്വന്തം കാലം നിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതൽ കൊല്ലത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു ഇതിലേക്ക് ആലോചന കൊടുക്കുമ്പോൾ അവർ അയ്യോ ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ എല്ലാം ഒത്തവരാണെന്ന് ആലോചിക്കണം. 10-35 വയസ്സ് കഴിഞ്ഞവരാണ് ഈ ബന്ധം വേണ്ടെന്ന് പറയുന്നത്. അതെന്തിൻ്റെ അർത്ഥത്തിൽ? ഇങ്ങനൊരു മാരേജ് ബ്യൂറോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കിടത്താം. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ലല്ലോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ഞാൻ നേരിടുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഒരു യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് കാണിച്ചു തരികയാണ്. നിങ്ങളുടെ തെറ്റ് ശരിയൊന്ന് മനസ്സിലാക്കി ചിന്തിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ മതി കേട്ടോ. അപ്പം ദുബായിൽ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. എല്ലാവരും നായന്മാരൊക്കെ കുറേ കൂടുതലുണ്ട്. നായരും മേനോനൊക്കെ കുറേ വന്നിട്ടുണ്ട് എനിക്ക്. അതുപോലെ ബാംഗ്ലൂർ ജോലിയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുവരണം. എനിക്ക് കുറേ പേരുണ്ട് മാച്ച് കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്നവരും ഉണ്ട് ഇതിനകത്ത്. കുറച്ച് പേര് ക്ഷമയോട് കൂടി ഇരിക്കണം, മാച്ച് കിട്ടാത്തവർ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഒരാൾ എത്താത്തതുകൊണ്ടാണ് ഞാൻ തരാത്തത് കേട്ടോ. അല്ലാതെ ഏതെങ്കിലും എടുത്ത് തന്നിട്ട് ചില ദിവസം ഉണ്ടല്ലോ ബോബൻ ചില ദിവസം വന്നിരിക്കും. ബോബൻ കാണുന്നതിലൊക്കെ നെക്കി അവരെ ജോഡിയൊന്നും പോകരുതില്ല. അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഓരോ അമ്മമാർ സിഗു ഇതെന്താ സിഗു ഓവനാണ് ഇത് ചേരുമല്ലോ വളരെ ഓവന് അത് ചേരുമെന്ന് തോന്നുന്നു. ഞാൻ ചിന്തിക്കുന്നത്ര ആഴത്തിൽ ഓവന് ചിന്തിക്കത്തില്ലാണ്ട് ചിരി വന്നിട്ട് പോയാൽ. ഇന്ന് രാവിലെ കാനഡ ജോലി ചെയ്യുന്നൊരു കൊച്ചിനും, അതായത് കൊച്ചിന് കുറച്ച് പൊക്ക കുറവാണ്, പിന്നെ ഏണി പോലത്തെ ചെറുക്കന്മാരെ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ അവരുടെ അമ്മ സിങ്കു ഇത് പൊക്കം നോക്കിക്കുക സിങ്കു. അപ്പോൾ എനിക്ക് അന്തം വിട്ട് പോയി. എൻ്റെ മോൻ രാവിലെ നെക്കി വിട്ടു കൊടുത്തിരിക്കുക കുറേ എണ്ണത്തെ. ഞാൻ പക്ഷേ നോക്കി വിടത്തുള്ളൂ. ഒരുവിധം അനുയോജ്യമല്ലാത്ത കൊടുത്തിട്ടും കാര്യമില്ല. പിന്നെ എല്ലാം തികഞ്ഞ് കിട്ടണമെന്നും നിങ്ങളിരിക്കരുത്. ദയവായി എൻ്റെ അപേക്ഷയാണ്. കുറച്ചൊക്കെ ചേരുന്നത്. പിന്നെ ജാതക ഭ്രാന്ത് പിടിച്ചവർക്ക് ഒരു രക്ഷയുമില്ല കേട്ടാ. അങ്ങനെയും കുറേ പേരുണ്ട് കല്യാണം മുടക്കികൾ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ.
പിന്നെ എനിക്ക് എൻ്റെ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് പിന്നെ എന്നെ സഹായിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, പിന്നെ ഞാൻ എല്ലാ ഓർഡർ അനുസരിച്ചാണ് ബുക്കെല്ലാം ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പം ഞാൻ ഓർഡറിന് വേണ്ടിയിട്ടാണ് ഇത് നമ്പർ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തരുമ്പോൾ എനിക്ക് ഇത്ര ബുക്ക് എന്ന് പറഞ്ഞൊരു ഓർഡർ കൊടുത്ത് പ്രസിദ്ധീകരിക്കാമല്ലോ എന്ന് ഓർത്താണ്. പ്രസിദ്ധീകരിച്ച് നമ്മൾ ഓർഡർ കൊടുത്തിട്ടില്ല, എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഓർഡർ കൊടുക്കാത്തത് ഒരാഴ്ച കൊണ്ട് എല്ലാ കാര്യവും കഴിയും. പിന്നെ നമ്മൾ ഇതിൻ്റെ ആൾക്കാരൊക്കെ അവരുടെയൊക്കെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്ത മാസം ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് ഓർഡർ തന്നാലേ എനിക്കത് അത്രയും പേർക്ക് ഞാൻ ബുക്ക് അടിക്കത്തുള്ളൂ. ഓർഡർ ചെയ്യാത്ത ഒരാളുടെ പോലും ഞാൻ ബുക്ക് അടിക്കത്തില്ല. എന്തിനാ, അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് ഓർക്കും. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും കല്യാണക്കാര്യത്തെക്കുറിച്ച് എവിടെ ഉണ്ടെങ്കിലും കല്യാണത്തിനായിട്ട് ആലോചനയായിട്ട് കൊണ്ടൊരു പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സാധാരണ പാവങ്ങൾ, ആവറേജ് ജീവിച്ചു പോകുന്ന കൂലിപ്പണിക്കാരായിട്ട് ആൾക്കാരും നിത്യവൃത്തിക്കില്ലാത്തവരൊന്നും ഒരിക്കൽ പോലും എനിക്ക് ഫീസ് വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ, കല്യാണം ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കണക്ക് എല്ലാ പിള്ളേരും പറയും, എടാ കുഞ്ഞുങ്ങളെ കുക്കിങ്ങൊക്കെ പഠിച്ചോണം, തുണിയൊക്കെ സ്വന്തമായിട്ട് കഴിക്കണം, ഭാര്യയ്ക്ക് വേണ്ടി അവളുടെ കൂടെ കഴുകി കൊടുത്തേക്കണേ. ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാമെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, പരസ്പരം നല്ല സ്നേഹത്തോടെ. എന്ത് രസമാണെന്നറിയാമോ ജീവിതം. നിങ്ങൾ സമയം കളയരുത്, വേഗം ഒന്ന് കല്യാണം കഴിക്കൂ. കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾ ഒരിക്കൽ ചിന്തിക്കും, ദൈവമേ ഞങ്ങളുടെ സിംഗു ചേച്ചി പറയുന്ന കേട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു, അവർ എത്രയോ പ്രാവശ്യം. അന്ന് നിങ്ങൾ ഈ വീഡിയോ എടുത്ത് കണ്ടു നോക്ക്. ദൈവമേ അവരെത്രയോ പ്രാവശ്യം പറഞ്ഞ് എൻ്റെ മുന്നിലും ഈ ഒരു വീഡിയോ വന്നാണല്ലോ ഞാൻ കെട്ടാതെ എൻ്റെ സമയം കളഞ്ഞത് അബദ്ധമായി പോയെന്ന് പറയും. ഒരു കാലത്ത് നമ്മൾ ഒരു 35 വയസ്സിന് ശേഷം നമ്മളെ മാർക്കറ്റിൽ നിന്ന്, ഈ വിവാഹ കമ്പോളത്തിൽ നമ്മൾ ഔട്ടാകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവമേ നല്ല പ്രായത്തിൽ നല്ല പെൺകുട്ടികൾ അല്ലെ നല്ല ആൺകുട്ടികൾ നമ്മുടെ പുറകെ വന്നിട്ട് നമ്മൾ ഒന്നും മൈൻഡില്ല, അല്ലെ നമുക്കൊരു കല്യാണം വീട്ടുകാരെ ആലോചിച്ചപ്പോൾ കല്യാണം കഴിക്കില്ല. അപ്പം അമ്മയും അച്ഛനും ഒക്കെ അവരുടെയൊക്കെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ പ്രായമായി കല്യാണം നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് പോയി, കൂടപ്പിറപ്പുകളൊക്കെ കെട്ടിപ്പോയി, കൂട്ടുകാരൊക്കെ കെട്ടിപ്പോയി. അപ്പോൾ നമ്മളെ ഒന്ന് പഞ്ചരടിക്കാൻ പോലും ആരും വരത്തില്ല. അതുകൊണ്ട് ചിന്തിച്ചോ കേട്ടാ, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ ധൈര്യമായി എന്നിലേക്ക് വരൂ. നിങ്ങൾ ഏത് തരം ആളെയാണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള ആളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും, കണ്ടെത്തുന്നതായിരിക്കും. ഓക്കെ, ടാറ്റ, ബൈ ബൈ.